ഹായ് ഫ്രണ്ട്സ്, PreSuccess കോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ്-19 ക്രമാതീതമായി പടരുന്ന സാഹചര്യത്തിൽ എല്ലാവരും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തു പോവുക, സാമൂഹിക അകലം പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. PSC നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ എക്സാമുകളും PreSuccess കോഴ്സിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാനിന്ന് പറയുന്നത് 2017 തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ PSC നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. ചോദ്യം വായിച്ചു നിൽക്കുന്ന ആ നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാവരും ഉത്തരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, നീലഗിരി. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ബാരൻ ദ്വീപ്. മൂന്നാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഓപ്ഷൻ ബി, ആനമുടി. നാലാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി? ഉത്തരം ഓപ്ഷൻ എ, ഗംഗ. അഞ്ചാമത്തെ ചോദ്യം, ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ സി, സത്ലജ്. ആറാമത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, സാംഗോ. ഏഴാമത്തെ ചോദ്യം, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, കാവേരി. എട്ടാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, ശരാവതി. ഒമ്പതാമത്തെ ചോദ്യം, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ഒഡീഷ. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനാ ദിനം? ഉത്തരം ഓപ്ഷൻ സി, ഡിസംബർ 4. 11ാമത്തെ ചോദ്യം, ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി, തിരുവനന്തപുരം. 12ാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ? ഉത്തരം ഓപ്ഷൻ ഡി, പൃഥ്വി. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി, അമേരിക്ക. 14ാമത്തെ ചോദ്യം, വാരണാസി ഏത് നദീതീരത്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഗംഗ. 15ാമത്തെ ചോദ്യം, വുളാർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ
5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പൗരത്വം. 17ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി 2010. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ പൗരൻ? ഉത്തരം ഓപ്ഷൻ സി പ്രസിഡന്റ്. 19ാമത്തെ ചോദ്യം, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ 1976. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉത്തരങ്ങൾ ചെയ്തു നോക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്കിനിയും കാണാം. താങ്ക് യു.